ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നില്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുമില്ല. പക്ഷേ ഈ വീഡിയോ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുക. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അവസാനം മനസ്സിലാക്കും. വീട്ടിൽ എന്തെങ്കിലും നല്ല ഭക്ഷണം വാങ്ങുമ്പോൾ അച്ഛന് വാങ്ങില്ലായിരുന്നു. അച്ഛന് അതൊന്നും ഇഷ്ടമല്ല എന്നായിരുന്നു ഇന്നലെ വരെ ഞാൻ ചിന്തിച്ചിരുന്നത്. നമ്മൾ അൽഫാമും ഷവായും ഒക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അച്ഛൻ കഴിച്ചിരുന്നത് വീട്ടിൽ ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറും കറിയുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് ഭാര്യ വിളിച്ച് മീനൊന്നും കിട്ടിയില്ല, എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറയുന്നത്. എൻ്റെ കൂടെ ബൈക്കിൽ ഓഫീസിലെ രാമേട്ടനും ഉണ്ടായിരുന്നു. റിട്ടയർഡ് ആകാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമുള്ള രാമേട്ടൻ പലപ്പോഴും എനിക്കൊരു വഴികാട്ടിയാണ്. രാമേട്ടൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ഉപദേശം എന്നും എനിക്കൊരു മുതൽക്കൂട്ടായിരുന്നു. അങ്ങനെ ഞാൻ രാമേട്ടനെയും കൊണ്ട് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. പിള്ളേർക്കിഷ്ടമുള്ള ഷവായ മേടിക്കാനായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഞാൻ ഒരു ഫുൾ ഷവായ ഓർഡർ ചെയ്തു. ഇത് കണ്ട രാമേട്ടൻ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ 5 പേരില്ലേ, അപ്പോൾ ഒരു പീസ് കൂടി വേണ്ടേ? അച്ഛൻ ഇതൊന്നും കഴിക്കില്ല രാമേട്ട, അച്ഛന് പഴഞ്ചോറും മീൻകറിയുമാണ് ഇഷ്ടം. ഞാൻ തമാശ രൂപനെ മറുപടി പറഞ്ഞു. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നിട്ട് രാമേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛന് ഇതൊക്കെ ഇഷ്ടമല്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്ത് മേടിച്ചാലും എവിടെ പോയാലും അച്ഛന് വേണോ എന്ന് ചോദിക്കും രാമേട്ട. അച്ഛൻ എപ്പോഴും വേണ്ടെന്നേ പറയൂ, അല്ലാതെ മനഃപൂർവ്വം മേടിച്ച് കൊടുക്കാത്തതൊന്നുമല്ല. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നീ അച്ഛന് വേണോ എന്ന് ചോദിക്കുകയല്ലാതെ എപ്പോഴെങ്കിലും വാ അച്ഛ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? രാമേട്ടൻ്റെ ആ ചോദ്യം എന്നെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു. ശരിയാണ്, ഞാൻ ഇതുവരെ അച്ഛനെ കഴിക്കാൻ വിളിച്ചിട്ടില്ല. എൻ്റെ മൗനം കണ്ട് രാമേട്ടൻ പറഞ്ഞു, നീ ഒരു പീസ് കൂടി പറ, എന്നിട്ട് വീട്ടിൽ പോയി ഇന്ന് അച്ഛനെ കൂടി കഴിക്കാൻ വിളിക്കുക. രാമേട്ടൻ പറഞ്ഞതുപോലെ ഒരു പീസ് കൂടി അധികം വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോയി. പതിവ് പോലെ അച്ഛൻ TV-യുടെ മുന്നിലാണ്. ഷവായിയാണെന്ന് അറിഞ്ഞതോടെ പ്ലേറ്റുമായി പിള്ളേരൊക്കെ ആദ്യമേ ഹാജരായി. ഞാൻ അച്ഛനെയും നമുക്കൊപ്പം ആഹാരം കഴിക്കാനായി വിളിച്ചു. എനിക്ക് വേണ്ട, ഞാൻ ചോറ് കഴിച്ചോളാം എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. അച്ഛനെ കൂടി വേടിച്ചു, അച്ഛനില്ലെങ്കിൽ പാഴായി പോകും എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ പതിയെ എണ്ണീറ്റ് വന്നത്. മയനൈസും കുബൂസും ഒക്കെ എങ്ങനെ കഴിക്കണമെന്നറിയാതെ പകച്ചു നിന്ന അച്ഛന് കുട്ടികളും ഭാര്യയും പറഞ്ഞു കൊടുക്കുന്നതും അച്ഛൻ ആകാംക്ഷയോടെ അവരെ കേൾക്കുന്നതും അവർ പറയുന്നതനുസരിച്ച് കഴിക്കുന്നതും നിറഞ്ഞ കണ്ണുകളോട് ഞാൻ നോക്കി നിന്നു. ഒടുവിൽ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ പുറത്തു വരുമെന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ ടേബിളിൽ നിന്ന് എണ്ണീറ്റു വാഷ് ബേസിൻ്റെ അടുത്തേക്ക്. പാതി കഴിച്ച് എണ്ണീറ്റതെന്തെന്ന് ഭാര്യ ചോദിച്ചപ്പോൾ എരിവ് മണ്ടയിൽ കയറിയെന്ന് കളവ് പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായില്ല. ഇത്രയും നാൾ അച്ഛനെ ആഹാരം കഴിക്കാൻ വിളിച്ചില്ലല്ലോ എന്ന കുറ്റബോധം എൻ്റെ മനസ്സിനെ വല്ലാതെ കുത്തി നോവിച്ചു കൊണ്ടിരുന്നു. ചെറുപ്പത്തിൽ ഹോട്ടലിൽ കയറുമ്പോൾ എനിക്ക് ബിരിയാണി മേടിച്ച് തന്നിട്ട് ഊണ് കഴിക്കുന്ന അച്ഛനെയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അതൊരു ചായയിലൊതുങ്ങും, ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ. മാസത്തിൽ ഒരിക്കലോ വിശേഷ ദിവസങ്ങളിലോ മാത്രം വാങ്ങുന്ന ഇറച്ചിക്കറി വയ്ക്കുന്ന ദിവസം അച്ഛൻ വെറും കറി കൂട്ടി ആഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ വാങ്ങുന്ന മീനും അച്ഛൻ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛന് മീനും ഇറച്ചിയും ഒന്നും ഇഷ്ടമല്ല എന്ന് അച്ഛൻ പറഞ്ഞ നുണ എൻ്റെ കുഞ്ഞു മനസ്സ് വിശ്വസിച്ചു. വെറും ഒരു ചുമട്ട് തൊഴിലാളിക്ക് കഷ്ടിച്ച് ജീവിക്കാനുള്ള ശമ്പളമേ കിട്ടിയിരുന്നുള്ളൂ. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത എല്ലാ മക്കൾക്കായി നീക്കി വെച്ച ഒരു മനുഷ്യൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഇത്രയും കാലം ആഹാരം കഴിച്ചത്. ഞാൻ 2 കുട്ടികളുടെ അച്ഛനായിട്ട് പോലും എനിക്കെൻ്റെ അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്താലാണ് ഈ കുറ്റബോധം ഇനി മാറിക്കിട്ടുക? ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ വളർത്തിയത്. അവരവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സാധിച്ചു തന്നത് എന്ന് നാം ഓർക്കണം. നമ്മുടെ തിരക്കിനിടയിൽ അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ വിട്ടുപോകാതിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഇത് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അവരുടെ വീട്ടിലും കാണും സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മറന്നുപോയ ഒരച്ഛനോ അമ്മയോ.